ഹലോ എവ്രി വൺ. എൻ്റെ പേര് മുഹമ്മദ് സമീർ. ഞാൻ ദുബായിൽ ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് കമ്പനിയിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഞാൻ ട്രെയിനേഴ്സ് ബാച്ചിലെ വിംബിൾ അക്കാദമി നടത്തുന്ന ട്രെയിനേഴ്സ് ബാച്ചിലെ 13th ബാച്ചിലെ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അതുപോലെ തന്നെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് സ്റ്റോക്കിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിംബിൾ അക്കാദമിയിലെ പിന്നെ ട്രെയിനർ ബാച്ച്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനർ ബാച്ചുകളിൽ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ആളുകളാണ് ഇതിലെ പിന്നെ സെഷനുകൾ അവതരിപ്പിക്കുന്ന അവതാരകരായിട്ട് എത്തുന്നത്. ട്രെയിനിങ്ങിന്റെ സാധ്യതയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയൊരു മേഖലയാണെന്ന് തന്നെ പറയാം. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഏത് മേഖലയെ കുറിച്ചായാലും ഏത് മേഖലയിലും നമുക്ക് തിളങ്ങാൻ പറ്റിയ, നമുക്ക് കഴിവുകൾ വർദ്ധിപ്പിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് പിന്നെ മികവ് പുലർത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് മേഖല. അത് പിന്നെ ഏത് മേഖലയിലായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ആ കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു ട്രെയിനറോ കാര്യമൊന്നും ഇല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിങ്ങളുടെ കഴിവ് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണ്, അതിനുള്ള എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കരിയറിലും എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാറേ? ഓക്കെ. അപ്പോ അത് വലിയൊരു പിന്നെ നമുക്ക് കരിയറിലും എല്ലാത്തിനും ഡെവലപ്മെന്റ് ആണ്. അതോടൊപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 10 ആളെ ട്രെയിനിങ് ഞാൻ ഉദ്ദേശിച്ച് വലിയൊരു സമൂഹത്തെ മാറ്റാനൊന്നും വരുത്തിയിട്ടില്ലാണ്ടില്ല, നമ്മളെ മുന്നിൽ കിട്ടുന്ന ഒരു 10 ആളുകളെ കേൾക്കാൻ ഒരു സമൂഹം, ഒരു സാമൂഹിക ജീവിയായ മനുഷ്യനെ സംബന്ധിച്ച് പലരുടെ ഇടയിലേക്ക് നമ്മൾ സംഘടനാപരമായിട്ടും അല്ലാത്ത നമ്മളുടെ വർക്കിന്റെ സമയത്തായാലും ഫാമിലിയിലായാലൊക്കെ എന്തൊരു വിഷയം വരുന്ന സമയത്ത് നമുക്കൊരു 10 ആളെ മുന്നിൽ എണീച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ തുറന്ന് പിന്നെ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ ഉള്ള ഒരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ, പ്രത്യേകിച്ച് ഈ ട്രെയിനിങ് മേഖലയിൽ നമ്മൾ പിന്നെ അതിന്റെ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രെയിനിന്റെ സാധ്യത ഒക്കെയാണ്. ഒരു ട്രെയിനർ ആവണമെന്ന അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് പറഞ്ഞ പോലെ തന്നെ ആളുകൾ മുന്നിൽ കിട്ടുമ്പോൾ 1 to 1 നമ്മൾ നല്ല സംസാരിക്കുമെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആളുകളോട് ഇടപഴകുന്ന സമയത്ത് കുറച്ച് ആളുകളെ മുന്നിൽ കിട്ടിയാൽ സംസാരിക്കാൻ തീരെ കഴിയാറില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഒരു ട്രെയിനർ ആവണം, ഇങ്ങനത്തെ ട്രെയിനിങ് കോഴ്സുകളൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് മുജീബ് ഇരിങ്ങല്ലൂർ, മുജീബ്ക്കാണ് എനിക്ക് ഇങ്ങനെ ഫൈസൽ സാറിന്റെ ഈ ഒരു അക്കാദമിയെ പറ്റിയിട്ടും ആള് 6th ബാച്ചിലെ ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. എന്തായാലും അതിൽ ഒരുപാട് ഗുണങ്ങൾ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരും, അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തതെന്ന് പറയുകയും അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് അൽഹംദുലില്ലാഹ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. സെഷനുകളൊക്കെ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ അതിനനുസരിച്ചുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഫൈസൽ സാറിനെ പറ്റിയിട്ട്, ഫൈസൽ സാറിന്റെ അക്കാദമിയെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പല കോഴ്സുകളും ചെയ്യുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഫൈസൽ സാർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മളെ പോലത്തെ വളർന്നു വരുന്ന ആളുകൾക്ക് അവസരം കൊടുക്കുക, സ്വന്തം അക്കാദമിയുടെ കീഴിൽ സെഷനുകൾ വെച്ചിട്ട് അതൊക്കെ മറ്റ് പലരും ചിലപ്പോൾ ഒരുപക്ഷെ കോഴ്സിന്റെ ഫീസ് വാങ്ങി പിന്നെ ഇതൊന്നും വേണ്ട രീതിയിൽ ആ കോഴ്സ് മാത്രം അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരു ശൈലിയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫൈസൽ സാറിന്റെ അക്കാദമിയൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു കോഴ്സ് വളരെ എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെഷൻ അവതരിപ്പിക്കുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് യുവർ വൈ ഫോർ യുവർ അൺസ്റ്റോപ്പബിൾ അച്ചീവ്മെന്റ് എന്ന ഈ ഒരു സെഷൻ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ഫഹദ് അബ്ദുൽ അസീസ് എന്ന 6th ബാച്ചിലെ ഒരു പാർട്ടിസിപ്പന്റ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ അവതാരകന്. ആള് നാട്ടില് കോഴിക്കോട് ജില്ലയില് രാമനാട്ടുകര ആണ് ആളുടെ സ്വദേശം. പിന്നെ ആള് ഒരു ട്രെയിനറും ഒരു ബിസിനസ് മാൻ ആണ്. അതോടൊപ്പം MSW കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ആളെ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അദ്ദേഹത്തിന്റെ അടുത്തൽ കൊണ്ട് കൃത്യമായി സ്വാഗതം ചെയ്യാണ്. അങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ മാസ്റ്റർ ട്രെയിനറായ ഫൈസൽ സാറിനെ ഈ ഒരു പിന്നെ സെഷന്റെ ബാക്കി കാര്യങ്ങളിലെ തുടർ നടപടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു സമീർ സാർ. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ തുടങ്ങി വെച്ചത്. സോ ട്രെയിനേഴ്സ് ടോക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, നീറ്റ് പരീക്ഷ എഴുതിയ മകളോടൊപ്പം തന്റെ ഉപ്പ 47 വയസ്സുകാരനായിട്ടുള്ള ഒരു ഉപ്പ കൂടി നീറ്റ് പരീക്ഷ എഴുതി എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. പത്രങ്ങളിൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മകള് +2 കഴിഞ്ഞിട്ടുള്ള മകള് നീറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത്, ഡോക്ടർ ആകാൻ വേണ്ടി നീറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത്
അധ്യാപകനായ അതേപോലെ തന്നെ ഉസ്താദായ ഒരു 47-കാരനായിട്ടുള്ള തന്റെ പിതാവ് തനിക്കും പണ്ടെപ്പോഴോ ഉണ്ടായിരുന്ന ഒരു മുള പൊട്ടിയിട്ടുള്ള ഒരു ഡ്രീം, ഡോക്ടർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം, ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് +2 സയൻസ് സ്ട്രീം അല്ല ഉണ്ടായിരുന്നത്, അദ്ദേഹം പഠിച്ചത് മറ്റേതോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതോ ആയിരുന്നു. അപ്പോ നീറ്റ് എക്സാമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് +2 അതല്ലെങ്കിൽ പിന്നെ സയൻസ് ബാച്ച് പിന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം രണ്ടാമത് NIOS മുഖേന +2 എക്സാം പാസ്സായതിനു ശേഷമാണ് പിന്നെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി എക്സാം ഹാളിൽ പോയ സമയത്ത് അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സെക്യൂരിറ്റി ഇദ്ദേഹം ഒരുപാട് തവണ എന്റെ ഹാൾ ടിക്കറ്റും ഇദ്ദേഹത്തെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവസാനം സെക്യൂരിറ്റി എന്നെ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദർ ഈസ് നോ ഏജ് ലിമിറ്റ് എന്നുള്ളതാണ് നീറ്റ് എക്സാമിന്റെ ഒരു പിന്നെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ എക്സാം ഹാളിൽ പോയി നീറ്റ് എക്സാമിന് പോയി എഴുതിയ ഉടനെ തന്നെ ഞാൻ എക്സാം പാസ്സായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എൻ്റെ അച്ചീവ്മെന്റിലേക്ക് ഉള്ള ഒരു കാൽവെപ്പിന് അതിന്റെ ഒരു തുടക്കത്തിൽ ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് അവിടെ പോയി എഴുതിയ സമയത്ത് തന്നെ, അതിന്റെ എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായി തന്നെ എനിക്ക് അതിലേക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പിന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നമുക്ക് പ്രയാസമാണ്. ഒന്ന് നമ്മൾ കിടക്കുന്നുണ്ടാവും, കിടന്നിട്ടായിരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത്. പക്ഷെ ഒന്ന് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരിക്കാൻ, അതല്ലെങ്കിൽ എഴുന്നേറ്റിട്ടൊന്ന് നടക്കാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രചോദനാത്മകമായിട്ടുള്ള ഒരുപാട് വാർത്തകളും അതേപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മളും ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ കണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് പ്രചോദനങ്ങൾ ഉണ്ടാകേണ്ടത്. വേറൊരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ, നമ്മളുടെ മുഖം കാണുമ്പോൾ, നമ്മുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് ഇൻസ്പയറിംഗ് ആകുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു മഹത്വമായിരിക്കും, വല്ലാത്തൊരു അനുഗ്രഹമായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, അങ്ങനെ എല്ലാവർക്കും വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മളോട് സംസാരിക്കുന്നത് ഫഹദ് അബ്ദുൽ അസീസ് ആണ്, 6th ബാച്ചിലെ നമ്മളെ സ്റ്റുഡന്റ് ആണ്. സോ ഫഹദിനെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ ഫൈൻഡ് യുവർ വൈ അല്ലെ, ആ ഒരു ടോപ്പിക് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ ഫഹദ് പ്ലീസ് നന്നായിട്ട് അവതരിപ്പിക്കുക. സോ ഓവർ ടു യു. ഓക്കെ, താങ്ക് യു. ആദ്യം തന്നെ ഇതിന്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇത്ര ആൾക്കാർ മുന്നിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. അത് തന്നെ നല്ലൊരു തുടക്കത്തോട് കൂടി തന്നെ ഞാൻ ആരംഭിക്കുകയാണ്. കാരണം ഞാൻ ഈ ലാപ്പ് ഇത് ഓണാക്കിയ ഉടനെ തന്നെ ഇവിടെ കറണ്ടും പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവായി എടുത്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്ലാസ് ഞാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു കഥയൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ ക്ലാസ് ആരംഭിക്കാം. അതായത് നമ്മൾ ഒരു പരുന്ത് എന്നൊക്കെ പറയുമ്പോ നല്ല ഹൈറ്റില് പറക്കാൻ പറ്റുന്ന ഒരു പക്ഷിയാണല്ലോ പരുന്ത് ഒരിക്കല് കാക്കക്കൂട്ടിൽ മുട്ടയിട്ട് കാക്കക്കൂട്ടിൽ മുട്ടയിട്ട് അങ്ങനെ പരുന്ത് വേറെ എവിടേക്കോ പറന്നകന്നു പോയി. പക്ഷെ അതിനുശേഷം ആ പരുന്ത് ഇട്ട മുട്ട അതിന്റെ കൂടെ തന്നെ കാക്കയുടെ മുട്ടയുണ്ടായിരുന്നു. പക്ഷേ ഒപ്പം വളർന്നത്, അതായത് ഒപ്പം ഈ കാക്കയുടെ മുട്ട കാക്കകൾ പുറത്ത് വരുമ്പം തന്നെ അതിന്റെ കൂടെ പരുന്തും പുറത്ത് ഈ മുട്ട പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. അങ്ങനെ മുട്ട പൊട്ടിച്ച് പുറത്തേക്ക് വന്നപ്പോ പരുന്ത് വിചാരിച്ച് ഇതാണ് എൻ്റെ ഫാമിലി, ഇതിൽ നിന്നുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെന്താണോ പറയണത് അതാ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് പരുന്തും അവരുടെ കാക്കയും മിങ്കിളായി. തൻ്റെ സഹോദരനാണ് ഈ പരുന്ത് എന്ന് വിശ്വസിച്ചു കാക്കയാണ് എൻ്റെ ബന്ധു, എൻ്റെ കുടുംബം, എൻ്റെ ഏട്ടൻ അല്ലെങ്കിൽ എൻ്റെ ബന്ധു എന്ന് ഈ പരുന്തും വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഈ പരുന്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആകാശത്ത് കൂടെ നല്ല ഉയരത്തില് പരുന്ത് പറന്നു പോകുന്നത് കണ്ട്.
അങ്ങനെ ഈ പറന്നു പോകുന്ന കണ്ട് വേറൊരു പരുന്ത് പറന്നു പോകുന്ന കണ്ട് ഈ പരുന്തും കുഞ്ഞ് ചോദിച്ച് കാക്ക 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 കുഞ്ഞുങ്ങളോട് എനിക്ക് ഇതുപോലെ പറക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പോ അതില് കാക്ക കുഞ്ഞു പറഞ്ഞത് അത് പറക്കുന്നതിനെ പറ്റി എനിക്കറിയില്ല, എന്റെ കാക്ക ഉണ്ടല്ലോ അമ്മ, കാക്ക അമ്മനോട് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അതിനുള്ള ഒരു ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരുന്തും കുഞ്ഞിനാണെങ്കിൽ അതിയായ ആഗ്രഹമുണ്ട് തന്നെ ആ പരുന്തിനെ പോലെ ഉയർന്ന് പറക്കണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം വെച്ച് ഈ കാക്ക ഈ അമ്മ വരുന്നത് ഈ പരുന്തും കുഞ്ഞ് കാത്തു നിന്നിട്ട് ഒടുക്കം ഈ കാക്കമ്മ വന്നതിന് ശേഷം പരുന്തും കുഞ്ഞ് ചോദിച്ച് എനിക്കും ആ പരുന്തും കുഞ്ഞുങ്ങളെ പോലെ ആ പരുന്തിനെ പോലെ പറക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോ അവിടെ ആ കാക്കമ്മ പറഞ്ഞതാണ് നിനക്കത് സാധിക്കില്ല, കാരണം നീ ഒരിക്കലും ഒരു പരുന്തും കുഞ്ഞല്ല, നീ ഒരു കാക്ക കുഞ്ഞാണ്. അപ്പോ അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഉയരത്തിൽ പറക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ കുറെ കഴിഞ്ഞു ഈ ആഗ്രഹം വെച്ച് തന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ പരുന്തുകളെ പോലെ പറക്കണം എന്നുള്ളത്. അങ്ങനെ ഇവര് പുറത്ത് ഈ ഇതിന്റെ കാക്ക അമ്മ ഈ പുറത്തില്ലാത്ത സമയം നോക്കി ആദ്യം ഒന്ന് പറക്കാൻ വേണ്ടി നോക്കി ഈ പരുന്തും കുഞ്ഞ്. ബാക്കി കാക്ക കുഞ്ഞുങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല പറക്കാൻ, പക്ഷെ നീ പറന്നു കഴിഞ്ഞാല് നിനക്കൊരിക്കലും അവരെ പോലെ എത്താനും പറ്റില്ല എന്ന് കാക്ക കുഞ്ഞ് അവരെ പിൻവലിച്ചിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ ആദ്യം ശ്രമം നടത്തി, പരുന്തും കുഞ്ഞ് നടത്തി. ആ നടത്തിയ ടൈമില് പരുന്തും കുഞ്ഞ് വീണു. അങ്ങനെ പല പല ശ്രമങ്ങൾ നടത്തി. അങ്ങനെ പല പല ശ്രമങ്ങളിലും ഈ പരുന്തും കുഞ്ഞിൻ പറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും കാക്ക കുഞ്ഞുങ്ങള് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരിക്കെ പരുന്തും കുഞ്ഞ് പറക്കാൻ വേണ്ടി തുടങ്ങി. കാക്ക പറക്കുന്നതിനേക്കാളും കുറച്ച് ഉയരത്തിൽ നിനക്ക് പറക്കാൻ വേണ്ടി പരുന്തും കുഞ്ഞിന് സാധിച്ചു. അങ്ങനെ പറന്ന് കൂടുതൽ പരിശ്രമങ്ങൾക്ക് ഒടുവില് പരുന്തും കുഞ്ഞ് നല്ല ഉയരത്തിൽ പറക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ഉള്ളിൽ എന്തുകൊണ്ട് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ നമുക്കും വളരാൻ സാധിക്കുന്നതാണ്. ഈ പരുന്തും കുഞ്ഞിനെ പോലെ പറക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്കും വളരാൻ സാധിക്കും. പരുന്തും കുഞ്ഞ് വിചാരിക്കാണ് ഞാനും ഈ കാക്ക കുഞ്ഞുങ്ങളെ പോലെ ഇത്രേ എനിക്ക് പറക്കാൻ പറ്റുള്ളൂ എന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ, പരുന്തും കുഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ പരുന്തും കുഞ്ഞ് അത്ര ഉയരത്തിൽ പറക്കാനോ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. നമുക്ക് കുറെ ആളുകൾ നമുക്ക് കൂടുതൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും. എന്നുദ്ദേശിച്ചത് പല തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനെ നെഗറ്റീവ് നമ്മൾ പിൻവലിക്കും. പക്ഷെ നമുക്കുള്ളിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് എനിക്കും സാധിക്കില്ല എന്നൊരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കും പരുന്തും കുഞ്ഞുങ്ങളെ പോലെ പറക്കാൻ സാധിക്കും, നമുക്കും വളരെ ഉയരത്തിൽ എത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളെ ഓരോരോ പർപ്പസും എന്തുകൊണ്ട് എന്നുള്ളതിൽ നമുക്ക് ചിന്തിച്ചിരിക്കേണ്ടതാണ്. കാരണം അതായത് അവർ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അത് ചെയ്തുകൂടാ? ഇപ്പൊ ദുബായിലുള്ള വലിയൊരു സ്കൈ ടവറിനുള്ളിൽ നമുക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അതുപോലെ പറന്നൂടാ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്നുള്ള ചിന്തയാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ആൻഡ് ഡു വിത്ത് എ ബിഗ് ഡ്രീം. അതായത് നമുക്കൊരു വലിയ സ്വപ്നം കാണണമെങ്കിൽ പോലും നമ്മൾ അതിന് ചെറിയ രീതിയിൽ
പ്രവർത്തനങ്ങൾ ചെയ്യുക. അതായത് അബ്ദുൽ കലാം പറയുന്നുണ്ട്, നമുക്ക് നീ സ്വപ്നം കാണുക, സ്വപ്നം നീ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, മറിച്ച് നീ ഉണർന്നുകൊണ്ട് നിന്നെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം എന്താണോ അത് കാണുക, എന്നിട്ട് അതിലേക്ക് നീ എത്തിപ്പെടുക. പിന്നെ നമുക്ക് സൈലൻസ് ആൻഡ് ഇന്നർ ക്രിറ്റിക്സ്. നമുക്ക് ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാവും. ഒരു ക്രിറ്റിക്സ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ? ആ ഒരു ചിന്ത, നെഗറ്റീവ് തോട്ട് നമ്മളെ മനസ്സിൽ നമ്മൾ ആദ്യം എടുത്ത കളയാ. അതിന് പകരം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, അവന് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ കാൻ ഐ ട്രൈ ദിസ് എന്നുള്ളൊരു ചോദ്യം നമുക്കുള്ളിൽ തന്നെ ഉയർന്നു വരുത്തുക. എന്നാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അതായത് നമ്മളൊരു ലൗഡ് സ്പീക്കർ തന്നെ ഫിലിം പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് സുരാജ് ജഗദീനോട് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേറെ ആരും വരില്ല എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഫസ്റ്റ് വിശ്വസിക്കേണ്ടത് നിങ്ങളാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഇതിൽ വന്ന ആൾക്കാര്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യബോധമുണ്ട്, ഒരു ട്രെയിനർ ആവണമെന്നുള്ള. മറ്റുള്ളവർ ചിലപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തകർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ അതിൽ നിന്നും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെന്ന ഒരു ധൈര്യത്തോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു രംഗത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും കംഫർട്ട് സോൺ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോൺ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുക. ചില ആൾക്കാർ പറഞ്ഞ കേൾക്കാറുണ്ട്, എനിക്ക് ജോബുണ്ട്, 9 to 5 ജോബാണ്, അതിൽ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത്. ആക്ച്വലി 9 to 5 കഴിഞ്ഞിട്ടുള്ള ടൈം ഉണ്ടല്ലോ നമുക്ക്, 6 മുതൽ 9 മണി വരെ. ആ 6 മുതൽ 9 നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും, നമ്മുടെ സ്വന്തം റൂമിൽ തന്നെ ഇരുന്ന് ഓരോരോ ഫോണിൽ ഓരോരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്വപ്നം, ആ സ്വപ്നം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ അതിൽ നിന്നും പുറത്തു കടന്ന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അതിൽ നിന്നും മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളിപ്പോ ഒരു കാര്യം പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാവും നമ്മൾ. എന്നാൽ എൻ്റെ ഒരു വിശ്വാസപ്രകാരം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാതെ പോവും. മറിച്ച് പെർഫെക്റ്റ് അല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചെയ്തിട്ട് തെറ്റിപ്പോവാണെങ്കിലും അത് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്. പിന്നെ റിജക്ഷൻ ഡി ഡയറക്ഷൻസ്, അതായത് നമ്മള് എല്ലാവരും നമുക്ക് ഓരോരോ കാര്യത്തിൽ റിജക്ഷൻ നമ്മൾ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഒരാഗ്രഹമാണ് ഈ ട്രെയിനർ എന്നുണ്ടെങ്കിൽ, അതല്ല മലമുകളിൽ എൻ്റെ ആ കുന്നിന്റെ ഏറ്റവും വലിയ മലമുകളിൽ കയറണം എന്നുണ്ടെങ്കിൽ, അത് ഞാൻ പറയുന്നു എനിക്ക് ആ മലമുകളിൽ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവർ, എൻ്റെ കൂടെയുള്ളവർ പറയാണ്, നിന്നെ കൊണ്ട് അത് സാധിക്കില്ല, നീ എന്നല്ല നമുക്ക് തന്നെ സാധിക്കില്ല, പിന്നെ എന്തുകൊണ്ട് നീ അവിടെ വരെ എത്തും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. മറ്റുള്ളവരോട് അഭിപ്രായം കേട്ട് നമ്മൾ പിൻവലിയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ മലമുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. Find your inspiration everywhere to become a success. അതായത് നമുക്ക് പല തരത്തിലുള്ള ഇൻസ്പിറേഷൻസ് ഉണ്ടാവും. പല തരത്തിലുള്ള നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് പല രീതിയിലോ, ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആ ഒരു മോട്ടിവേഷൻ നമുക്ക് എത്രത്തോളം നമ്മളെ
ഇൻസ്പയർ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ട് അവർ എന്താണ് പറയുന്നത് അത് അതേ രീതിയിലല്ലെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ, ഇപ്പൊ ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു മലമുകളിൽ പോവുകയാണെങ്കിൽ ആ മലമുകളിൽ പോയി വന്ന ഒരാളുണ്ടോ, ആ പോയി വന്ന ആള് അവർ പറയാണ് നിങ്ങൾ കയറിട്ട് മേലേക്ക് പോണേക്കാട്ടും നല്ലത് ഓരോരോ കല്ല് പിടിച്ച് അതല്ലെങ്കിൽ ഓരോരോ ഇതിലൂടെ ഈ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് അവർ പറയുകയാണെങ്കിൽ അതൊരിക്കലും നെഗറ്റീവ് അല്ല. കാരണം അവർ പറഞ്ഞ രീതിയിലൂടെ പോവുക നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അവരവിടെ കയറി, അപ്പോൾ അവർ കയറിയ രീതിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കും ഒരു മലമുകളിൽ തന്നെ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. ഫ്യൂൽ യുവർ പാഷൻ, അതായത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രെയിനർ ആകണമെന്നോ അല്ലെങ്കിൽ പാട്ട് പാടണമെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പാഷൻ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഡേ ബൈ ഡേ നമുക്ക് അതിനെ പറ്റി ഓരോരോ ഫ്യൂവൽ ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു കാര്യത്തെ നമ്മൾ അതിനെ കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സെലിബ്രേറ്റ് ചെയ്യുക. നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ സെൽഫ് റിവാർഡ് നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും അതിൽ നിന്നും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തോൾ തട്ടിട്ട് നമ്മൾ വെൽ ഡൺ മൈ ബോയ് അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ റിവാർഡ് നമുക്ക് നമ്മൾ തന്നെ നൽകുക. അങ്ങനെ ആവുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ നമ്മൾ തന്നെ കൂടുതൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി തന്നെ സാധിക്കും. പിന്നെ ഫോർഗിവ് യുവർ സെൽഫ്, അതായത് മൈസെൽഫ്, അതായത് നമ്മൾ തന്നെ നമ്മൾ പല തെറ്റുകളും ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതായത് പുറത്ത് ചെയ്യുന്നില്ല, നമ്മളുടെ പാഷനിൽ നിന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഓരോരോ തെറ്റുകുറ്റങ്ങളുണ്ടാവും. ആ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും അത് ക്ഷമിച്ചിട്ട് എവിടെയാണോ തെറ്റുള്ളത് ആ തെറ്റിനെ ഓവർകം ചെയ്തിട്ട് ആ തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഫൈൻഡ് യുവർ വോയിസ്, അതായത് നമ്മളെ ശബ്ദം നമ്മളെ നമ്മൾ തന്നെ ഉയർത്തി സംസാരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക. എനിക്ക് ഇന്നൊരു കഴിവുണ്ട്, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള നല്ലൊരു വോയിസ് നമ്മൾ തന്നെ സ്ട്രോങ് ആയി ബിലീവ് ചെയ്യുക. നമ്മൾ വോയിസ് ആയി പറയുക. പിന്നെ ഇത് നമ്മൾ പാഷനാണ്, അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യം ഓരോ ദിവസം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു പിൻവലിവ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. നമുക്ക് അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രായം കൊണ്ട് എനിക്ക് ഈ ഒരു പ്രായമായി, അതുകൊണ്ട് ഞാനിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മളെല്ലാവരും കഴിക്കുന്ന KFC. KFCനെ പറ്റി എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നുണ്ട്. അതായത് തൻ്റെ 70ാമത്തെ ഏജിലാണ് അവർ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നത്. അതിനു മുന്നേ അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, അതും പരാജയമായി. പക്ഷെ അവരോട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു പ്രായമായ ടൈമിൽ നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളത്. പക്ഷെ അവർ അതിനെ മറികടന്നിട്ട് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിന് പുറത്താണ് ഇന്ന് ലോകമെമ്പാടും KFC നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ ഇതിനെ പഠിച്ച് നമ്മൾക്കൊരു പാഷൻ, നമ്മൾ
ഇന്നർ പാഷൻ, നമുക്ക് ഉള്ളിൽ നമുക്ക് പാഷൻ ഉണ്ട്. ഇപ്പൊ പാട്ട് പാടാനാണെങ്കിലും അതല്ല, നല്ലൊരു ട്രെയിനർ ആണെങ്കിൽ ട്രെയിനർ ഞാൻ ഇപ്പൊ എടുത്തു പറയാൻ കാര്യം, നമ്മൾ ഓരോരുത്തരും നല്ലൊരു ട്രെയിനർ ആവാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ട്രെയിനറിന് എടുത്തു പറയാൻ തന്നെ കാരണം. കാരണം ഇങ്ങനെ നമ്മൾ സെൽഫ് ബിലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യരുത്. നെവർ സ്റ്റോപ്പ് ലേണിങ്. അതായത് നമ്മൾ അത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണോ അപ്പൊ നമ്മൾ അവിടെ ഒരു ഫെയിലിയർ നമ്മൾ അനുഭവപ്പെടുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിന്റെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്, കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ട് അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിട്ടോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ ബാക്കിയുള്ള നമ്മൾ ഒരുപാട് തരത്തിലുള്ള സാറിനെ പോലുള്ള ഒരുപാട് അറിവുകളുള്ള അവരോട് കൂടുതൽ അവരുടെ രീതിയിൽ സംസാരിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിവുകൾ നേടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടാവും. ഫസ്റ്റ് നിങ്ങൾക്ക് ഇത് സാധിക്കും, അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിന് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് ലോകത്ത് ഒന്നുമില്ല എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ പാഷൻ നമുക്ക് നിലനിർത്തി പോകാൻ പറ്റും. ഞാനിപ്പം സംസാരിക്കുമ്പോൾ കേട്ട് നിൽക്കണ എല്ലാവർക്കും തൻ്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ട്. എനിക്ക് ഇന്നതാവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവും. നമുക്ക് അന്ന് ഇത് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രീതിയിലെങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ അതുപോലെ തന്നെ നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. കൂടുതൽ അവരോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക. അവര് മൂലം നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് നമ്മളെ ഇൻസ്പിറേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഡേ ബൈ ഡേ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ രീതിയിൽ എന്താണ് പാഷൻ, ആ പാഷൻ വളർത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫൈൻ യു ആർ വൈ, എന്തുകൊണ്ട് നമ്മൾ എന്നുള്ളതിന് ഉത്തരം നമ്മളോട് തന്നെ ചോദിക്കാം. അതായത് നമുക്ക് എന്ത് സാധിക്കും, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിക്കൂടാ, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് വെറും ചോദ്യചിഹ്നമാക്കി മാറ്റാതെ അത് ചെറിയ രീതിയിലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേ ബൈ ഡേ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും അതിനെ പ്രവർത്തിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ചെറിയ അതായത് നമ്മൾ ഒരു മഞ്ഞ് ചെറുതായി വിട്ട് ലാസ്റ്റ് ഒരു വലിയൊരു മഞ്ഞായിട്ട് മാറും. അതുപോലെ തന്നെ ചെറിയ സംഗതി ചെയ്ത് ലാസ്റ്റ് ഒരു വലിയ ഒരു കാര്യത്തിലേക്ക്, ആ വലിയ കാര്യം എന്ന് പറഞ്ഞത് നമ്മളെ പാഷന്, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്നതാവാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നമ്മളെ മനസ്സിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മളെ മനസ്സിൽ ആദ്യം ഉറച്ച് അടിവരയിട്ട് വിശ്വസിച്ച് പിന്നീട് അത് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ചെയ്തുകൊണ്ട് എല്ലാവരിലും ഒരു പാഷൻ ഉണ്ട്. ആ പാഷൻ നിലനിർത്തി ഡേ ബൈ ഡേ അതിനുള്ള പ്രാക്ടീസ് ചെയ്ത് വളരെ ഉയർന്ന വിജയത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫഹദ്. സന്തോഷം. അത് തന്നെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ. ഓക്കെ, കുഴപ്പമില്ല. എല്ലാവരും ആദ്യത്തെ തവണ നടക്കുമ്പോൾ ചെറിയൊരു വീഴ്ചക്ക് പറ്റിയിട്ടാണ് പിന്നെ നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുക. അപ്പൊ ആയതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് എടുക്കുക എന്നുള്ളത്, ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കഥയിൽ ഞാൻ പറയുന്നുണ്ട്, നീറ്റ് എക്സാം എഴുതാൻ പോയി. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് പാസ്സാകൂലേ എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാനിപ്പോ ആലോചിക്കുന്നേ ഇല്ല. ഞാൻ ഈ ഒരു നീറ്റ് എക്സാമിന്റെ ആ ഒരു ഹാളിൽ വന്നിരുന്ന് ഹാൾ ടിക്കറ്റ് എനിക്ക് കിട്ടിയതോടുകൂടി ഞാൻ സക്സസ് ആയി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി വന്നു. മാത്രമല്ല നടത്താനുള്ള ഒരു സന്നദ്ധത ഉണ്ടല്ലോ. ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇല്ല സാർ എനിക്ക് പറ്റില്ല, ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അതിലൊരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു ട്രെയിനർ ആവാണ്. അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കം,
അപ്പോ അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് വലിയ ഇതിലേക്ക് പോകാനുള്ള അതിന് ഫസ്റ്റ് അവസരം ഉണ്ടാക്കി തന്ന സാറാണ്. അപ്പൊ സാറിനോട് ഒരു നന്ദി പറയാം. ഓക്കെ, ഷുവർ, തീർച്ചയായിട്ടും. ഇതില് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളതൊരു അക്സെപ്റ്റ് ചെയ്തതോട് കൂടി തന്നെ 1 hour സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ മിക്ക പാർട്ടിസിപ്പൻസും ഓടും. സാർ എനിക്ക് പറ്റൂല, എനിക്ക് 5 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങനെയാണ് 1 hour സെഷൻ എടുക്കുക എന്നുള്ള ചോദ്യമാണ്. സോ ആക്ച്വലി ഞാനൊരു സാറിന് പറഞ്ഞ ഒരു പവർ പോയിന്റ് വെച്ച് ചെയ്തിട്ട് അതുപോലെ ചെയ്യാനായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അപ്പോ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ജസ്റ്റ് പോയിന്റ്സ് മാത്രം ചെയ്തിട്ട് ഇതില് പ്രസന്റ് ഓക്കെ ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രൂപത്തിൽ തീർച്ചയായിട്ടും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു, പിന്നെ ഇവിടെ വന്നു, അത് അവതരിപ്പിച്ചു. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിർത്താതെ നമ്മൾ ഇനിയും വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധമാവുക. ക്ലാസ്സുകൾ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ എത്ര ആളുകൾ ഉണ്ട് എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുവോ അവിടെയെല്ലാം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്ത്, കാരണം ആ ഒരു പ്രാക്ടീസ് ആണ് നമ്മളുടെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ആ ഒരു മൂവ്മെന്റ് രൂപപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു ഇനിഷ്യേറ്റീവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഹലോ സാറേ, ഹലോ. ഞാൻ ഓക്കെ, ഒരു മിനിറ്റ് അമീർ സാർ. ഞാൻ ഇന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത് ഇന്ന കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കൂടുതൽ നന്നാവും എന്നുള്ളൊരു സജഷനും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ നന്നാവും. അതായത് ഇനിയും ഈ ഒരു രീതിയിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് അടുത്തതിൽ അതിനനുസരിച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ആരെങ്കിലും ഒരു കമന്റ് പറയാണ് ഈ ഒരു കാര്യത്തിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്തുക, ഈ ഒരു സംഗതി നോക്കുമ്പോൾ നിങ്ങൾ മെച്ചപ്പെടുത്താൻ പറയുകയാണെങ്കിൽ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ അതൊക്കെ ഇംപ്രൂവൈസേഷൻ ചെയ്യാം. ഓക്കെ, അമീർ സാർ. സോറി സർ, ഞാൻ ഈ സെഷൻ മുഴുവനായിട്ട് ഞാൻ കേട്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് സെഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മളിപ്പോ PPT നോക്കിയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ആ കിട്ടുന്ന ഒരു നമുക്കിപ്പോ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെയുള്ള ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോയിന്റ്സുകൾ ഉണ്ടല്ലോ, അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ആ കഥ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് അത് നന്നായിരുന്നു. അത് ഇനിയിപ്പോ സജഷൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കമാണെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്രസന്റേഷൻ എപ്പോഴും നന്നായിക്കൊള്ളണം എന്നില്ല. അത് രണ്ടും സംഭവിക്കാം. അത് എത്ര എന്താ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും അത് രണ്ട് രീതിയിലും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടൊക്കെ സംഭവിക്കാം. അപ്പോ തുടക്കം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ ആണ്, അത് നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അതുപോലെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെ ഉള്ള പ്രസന്റേഷൻ ആണ്. സജഷൻ ഇപ്പൊ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ കഥ മാക്സിമം നമുക്ക് ഒന്നും കൂടി കോൺട്രാക്ട് ചെയ്ത് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കഥ നന്നായിരുന്നു, കുറച്ചും കൂടി ഇമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കഥ എപ്പോഴും ഉൾക്കൊള്ളിക്കുന്നത് എപ്പോഴും കണക്ട് ചെയ്യാൻ എപ്പോഴും സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത സെഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും ഇതിൽ ജോയിൻ ചെയ്യും, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. താങ്ക് യു അമീർ സാർ. വേറെ ഇവിടെ ഓൾറെഡി സമീർ സാർ ഗ്രേറ്റ് സ്റ്റോറി എന്നിട്ടിട്ടുണ്ട്. സജന മുസ്തഫ ഫസ്റ്റ് ടൈം അടിപൊളി. ഷാനവാസ് ഫഹദ് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്തായാലും സന്തോഷം. പാർട്ടിസിപ്പൻസ് അതിൽ പങ്കെടുക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ നേരത്തെ ഇവിടെ അമീർ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പ്രൂവ്മെന്റുകൾ എത്ര നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ ഇമ്പ്രൂവ്മെന്റുകൾ നമുക്ക് തന്നെ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഒരു ഇൻസൈറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. കാരണം നമ്മൾ ഏത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും മിക്കവാറും സമയം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല, അല്ലെ? എത്ര ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിനേക്കാൾ നന്നാക്കാമായിരുന്നു. ആ ഒരു ചിന്തയാണ് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത്, അല്ലെ? ഏത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും, ഇതിനേക്കാൾ നന്നാക്കായിരുന്നു. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ, അതിനേക്കാൾ നന്നാവുള്ളൂ. പെട്ടെന്ന് നല്ല കൺക്ലൂഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റോറി പറഞ്ഞപ്പോ
കുറച്ചും കൂടി ഡീപ്പായി പോയി പോലെ അതെ തോന്നി. അതെ 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 അപ്പൊ അതിന് ഷോർട്ട് ആക്കിയിട്ട് അതെ തന്നെ സ്റ്റോറി ഷോർട്ട് ആക്കുക. അതേപോലെ ഷോർട്ട് തന്നെ ആക്കിയിട്ട് ഡെയിലി വോയിസ് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് വോയിസ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം ഫഹദ്. ഓക്കെ. നന്നായിട്ട് തന്നെ എവിടെയെങ്കിലും നമ്മൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിന് വാട്സപ്പിൽ വോയിസ് ഇടുന്നതായി കഴിഞ്ഞാലും വീഡിയോസ് ചെയ്യുന്നതായി കഴിഞ്ഞാലും സെൽഫ് പ്രാക്ടീസിങ് ആയി കഴിഞ്ഞാലും ഓരോ ടോപ്പിക്കുകൾ എടുത്ത് നമ്മൾ തന്നെ സെൽഫായിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വോയിസ് ഫ്ലുവൻസി അതേപോലെ തന്നെ വാക്കുകൾ കിട്ടുന്നത്. കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് പുതിയ പുതിയ വാക്കുകൾ കിട്ടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക്, അതേപോലെ തന്നെ വായിക്കുക, റീഡിങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യുകയും അതേപോലെ തന്നെ ഈ സ്റ്റോറികളൊക്കെ നമ്മൾ ഇടയ്ക്കിടെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മൾ തന്നെ സ്റ്റോറി പറഞ്ഞു നോക്കുക. വെറുതെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഒരു സ്റ്റോറി പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോഴോ കാരണം കുറെ കാര്യങ്ങളൊന്നും നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വരുന്നതൊന്നുമല്ല. ക്ലാസ്സുകൾക്കിടയിൽ കയറി വരുന്ന പല സാധനങ്ങളും ഉണ്ട്. ഇതൊന്നും നമ്മളുടെ മൊഡ്യൂളിൽ നമ്മൾ തയ്യാറാക്കിയ സാധനങ്ങളായിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിനോടൊത്ത് വരുന്ന കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ വേണം, റീഡിങ് വേണം, പ്രാക്ടീസ് വേണം. ഇതൊക്കെ അതിന്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് തീരുക. നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത ഫഹദ്, അതേപോലെ തന്നെ ആ ഒരു സെഷൻ ശ്രവിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മറ്റു കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയത്ത് മറ്റൊരു ട്രെയിനേഴ്സ് ടോക്കിൽ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നാളെയും ഉണ്ടാവുക. നാളെ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഡെവലപ്മെന്റൽ സൈക്കോളജി ഇൻ ചൈൽഡ്ഹുഡ്. ചെറിയ കുട്ടികളുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് രൂപപ്പെടുന്ന ഒരു നിസാവാണ് എടുക്കുന്നത്. സൈക്കോളജിസ്റ്റും ട്രെയിനറും ആണ്. അപ്പോൾ എല്ലാവരും നാളത്തെ സെഷനിലും ഉണ്ടാവുക. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷങ്ങൾ. താങ്ക് യു എവരിവൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.